Today we can study theorem 2 of net circles. Okay, the second theorem you listen. The perpendicular to a chord bisect the chord if drawn from the center of the circle. Okay, perpendicular to a chord bisect the chord. Okay, ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഈ കോഡിലോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് OD. ഈ OD എന്ന് പറഞ്ഞ ലൈൻ AB എന്നുള്ള കോഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ OD ABനെ ബൈസെക്ട് ചെയ്യുന്ന, ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഈക്വലായിട്ട് ABനെ ഈക്വലായിട്ട് OD ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ D എന്ന് പറയുന്ന പോയിന്റ് ABയുടെ മിഡ് പോയിന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ AD ആൻഡ് DB ഈക്വൽ ആണെന്ന് പറയണം. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. AD ഈക്വൽ ടു DB എന്ന് പ്രൂവ് ചെയ്യണം. തന്നിട്ടുള്ളത് OD എന്ന് പറയുന്ന ലൈൻ ABക്ക് പെർപെൻഡിക്കുലർ, അതായത് ഈ രണ്ട് ആംഗിൾ ODA എന്ന് പറയുന്ന ആംഗിളും ODB എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ODB ആൻഡ് ODA ആർ ഈക്വൽ, ദാറ്റ് ആർ 90. ദെൻ ഹൗ ക്യാൻ വി പ്രൂവ് AD ഈക്വൽ ടു DB? ഓക്കെ, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AD ഈക്വൽ ടു DB എന്ന്. AD ഈക്വൽ ടു DB എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ രണ്ട് സൈഡും രണ്ട് ലൈൻസും സൈഡായിട്ട് വരുന്ന രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താലും മതി, അല്ലേ? അപ്പോൾ നമുക്ക് AOD BOD ഈ രണ്ട് ട്രയാങ്കിൾ എടുത്താൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അത് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിനകത്ത് ഈക്വൽ കറസ്പോണ്ടിങ് പാർട്സ് ആണ് DA ആൻഡ് DB. അപ്പം DA ആൻഡ് DB ഈക്വൽ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമായി. ഓക്കെ, അപ്പം ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഏതൊക്കെ ക്രൈറ്റീരിയ നമുക്ക് യൂസ് ചെയ്യാം? ഇത് എന്തായാലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ RHS ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. RHS ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസും ഏതെങ്കിലും ഒരു സൈഡും ഈക്വൽ ആയാൽ മതി. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഹൈപ്പോട്ട്ന്യൂസും വേറൊരു സൈഡും രണ്ട് ട്രയാങ്കിളിലേത് ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഈ രണ്ട് ട്രയാങ്കിളിലെയും ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ OA ആൻഡ് OB ആണ്. കാരണം ഈ ODA ആൻഡ് ODB പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, OD പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ODA ആൻഡ് ODB ദാറ്റ് ആർ 90 ഡിഗ്രി ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ആ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ട്ന്യൂസ്, ദാറ്റ് ഈസ് OA ആൻഡ് OB. ദാറ്റ് ടു സൈഡ്സ് ആർ ഈക്വൽ ബിക്കോസ് ദാറ്റ് ടു ആർ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ. ഓക്കെ, റേഡിയസ് ആയതുകൊണ്ട് ആ രണ്ട് സൈഡും ഈക്വൽ ആണ്. പിന്നെ OD എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്, രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. അങ്ങനെയാകുമ്പം ഹൈപ്പോട്ട്ന്യൂസും വേറൊരു സൈഡും രണ്ട് ട്രയാങ്കിളിലേതും ഈക്വലായി. അതുകൊണ്ട് നമുക്ക് RHS ക്രൈറ്റീരിയ വെച്ച് രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ADO ആൻഡ് BDO ദാറ്റ് ടു ആർ 90 ബിക്കോസ് OD പെർപെൻഡിക്കുലർ ടു AB. Then OA equal to OB, that is radius of circle, and OD equal to OD, common side. അങ്ങനെയാകുമ്പം ഈ 3 കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ബൈ RHS ക്രൈറ്റീരിയ വി ക്യാൻ സേ AOB ആൻഡ് AOD, നമ്മൾ പ്രൂവ് ചെയ്യണത് ഏതൊക്കെയാ? ODA and ODB, that two triangles are congruent എന്ന് പ്രൂവ് ചെയ്തു. ODA and ODB are congruent triangles ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ആയ AD ആൻഡ് DB ഈക്വൽ ആണ്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് AOB ആൻഡ് POQ എന്ന് എഴുതിയത് തെറ്റാണ്. നമുക്ക് ഇവിടുത്തെ ട്രയാങ്കിൾ POQ അല്ല, നമ്മളെടുത്ത ട്രയാങ്കിൾ AOD ആൻഡ് BOD. അപ്പോൾ ഹിയർ വൺ, ഇത് ഒരു മിസ്റ്റേക്കാണ്. അവിടെ വരേണ്ടത് AOD ആൻഡ്, അല്ലെങ്കിൽ AOD ആൻഡ് BOD എന്ന് പറയാം. AOD ആൻഡ് BOD, ദാറ്റ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്, സോ ബൈ RHS ക്രൈറ്റീരിയ ദെൻ AD ആൻഡ് DB ആർ ഈക്വൽ ബൈ CPCT. അപ്പം നമ്മൾ ഈ OD എന്ന് പറഞ്ഞ ലൈൻ പെർപെൻഡിക്കുലർ ആയപ്പം ഈ ലൈൻ OD ABനെ ബൈസെക്ട് ചെയ്തു എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ലൈൻ സെൻറ്ററിൽ നിന്ന് പാസ് ചെയ്യണ ഈ ലൈൻ ബൈസെക്ട് ചെയ്താൽ ആ ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആദ്യം നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ ആണെങ്കിൽ ബൈസെക്ട് ചെയ്യും. ഇപ്പം നമ്മൾ തിരിച്ചു പറയാൻ പോവാ, അത് ബൈസെക്ട് ചെയ്യണമെങ്കിൽ ആ ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും.
അപ്പം ബൈസെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എ ഡി ആൻഡ് ഡി ബി ആർ ഈക്വൽ എന്ന് തന്നിട്ടുണ്ടെന്ന്. ഇനി അത് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ആ രണ്ട് ആംഗിൾ 90 ആണെന്ന് കാണിക്കണം. അതായത് ഒ ഡി എയും ഒ ഡി ബിയും 90 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഈ സെയിം വേയിൽ ചെയ്യാം. അവിടെ RHS ക്രൈറ്റീരിയ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം 90 ആണെങ്കിലേ നമുക്ക് RHS ക്രൈറ്റീരിയ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാം. കാരണം OA OB ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, AD DB ഈക്വൽ ആണെന്ന് ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, പിന്നെ OD കോമൺ സൈഡും. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിലെയും 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ SSS ക്രൈറ്റീരിയ വെച്ച് രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പറയാം, കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിനകത്ത് കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ODA ആൻഡ് ODB ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കാണാം ഈ ODA ആൻഡ് ODB എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ വരണ ആംഗിളാണ്. AB എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനിൽ വരണ ആംഗിളാണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അത് രണ്ടോടെ ആഡ് ചെയ്താൽ 180 വരും. ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 180 വരും എന്ന് പറഞ്ഞാൽ ഓരോ ആംഗിളും 90 വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ 3 സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് AOB ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് AOB ആൻഡ് POQ എന്ന്, അങ്ങനെയല്ല, AOB ആൻഡ് DOB, AOD ആൻഡ് BOD, AOD ആൻഡ് BOD ഈ എഴുതിയിരിക്കുന്നതാണ് കറക്റ്റ്. ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്, AOD ആൻഡ് BOD. ദാറ്റ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് ആണ്. അതുകൊണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. രണ്ടും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ആംഗിൾ ആയതുകൊണ്ട് ഈക്വൽ ആയിട്ട് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾസ് എപ്പോഴും 90 ആയിരിക്കും. രണ്ടോടെ ആഡ് ചെയ്താൽ 180 വരണം. രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 90 എടുത്താലല്ലേ ആവുള്ളൂ. ഓക്കെ, സോ ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ODA ആൻഡ് ODB ഈക്വൽ ആണെന്ന് 90 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ദിസ് OD എന്ന് പറഞ്ഞ ലൈൻ ABയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യണമെന്ന്. ഒരു രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് 90 ഡിഗ്രി ഫോം ചെയ്താൽ അത് പെർപെൻഡിക്കുലർ ആണെന്നാണ്. ഓക്കെ, സോ അപ്പം ബൈസെക്ട് ചെയ്താൽ OD ABനെ ബൈസെക്ട് ചെയ്താൽ OD ABക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം നമ്മൾ അതാണ് കോൺവേഴ്സിൽ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പം തിയറം 2 ഇങ്ങനെയാണ്. 2 angles subtended at the center by 2 chords. Theorem 2. Okay, a straight line passing through the center of a circle to bisect a chord is perpendicular to the chord. അതിന്റെ റിവേഴ്സ് വരുമ്പം ഇങ്ങനെ പറയും. ഇത് നമ്മളിപ്പോൾ റിവേഴ്സാണ് പറഞ്ഞത്. അതിന്റെ the perpendicular to a chord bisect the chord if drawn from the center of the circle. Okay, അപ്പം പെർപെൻഡിക്കുലർ ആണെങ്കിൽ കോഡിനെ ബൈസെക്ട് ചെയ്യും, കോഡിനെ ബൈസെക്ട് ചെയ്യണമെങ്കിൽ ആ ലൈൻ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അതാണ് കോൺവേഴ്സ്. ഇനി തേർഡ് തിയറം, ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വി ഡിസ്റ്റന്റ് ഫ്രം ദി സെന്റർ ഓഫ് ദ സർക്കിൾ. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വി ഡിസ്റ്റന്റ് ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ക്ലിയർ ആയോ? രണ്ട് ഈക്വൽ കോഡ്സ് എടുത്താൽ ആ കോഡ്സ് സെന്ററിൽ നിന്ന് ആ കോഡ്സിലോട്ട് വരുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. AB ആൻഡ് CD ആ രണ്ട് കോഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആ രണ്ട് കോഡിന് ലെങ്ത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആ കോഡ്സിലോട്ട് വരണ സെന്ററിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ്, സെന്ററിൽ നിന്ന് ABയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് OP. കാരണം OP എന്ന് പറഞ്ഞ ലൈൻ സെന്ററിൽ നിന്ന് ABയിലോട്ട് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് അതായിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്. അതുപോലെ CD എന്ന് പറയുന്ന ലൈനിലോട്ട് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ് OQ. അങ്ങനെയാകുമ്പോൾ ഈ OP ആൻഡ് OQ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. OP OQ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ രണ്ട് സൈഡ് വരുന്ന രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾ POB ആൻഡ് QOD, ഓക്കെ, അല്ലെങ്കിൽ BOP ആൻഡ് DOQ, എങ്ങനെ വേണേലും പറയാം. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക്
ഏത് ക്രൈറ്റീരിയ ആണ് ഇവിടെ ഈസി എന്ന് നോക്കണം. ഇവിടെ നമുക്ക് RHS ക്രൈറ്റീരിയ ആണ് ഈസി. കാരണം OP OQ അത് രണ്ടും പെർപെൻഡിക്കുലറാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണ്. OP എന്ന് പറഞ്ഞത് ABയിലോട്ടുള്ള പെർപെൻഡിക്കുലറും OQ CD-യിലോട്ടുള്ള പെർപെൻഡിക്കുലറും. ഓക്കെ, അത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അവിടെ നമുക്ക് RHS ക്രൈറ്റീരിയ യൂസ് ചെയ്യാം. RHS ക്രൈറ്റീരിയ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നോക്കേണ്ടത് അതിന്റെ ഹൈപ്പോട്ന്യൂസും വേറൊരു സൈഡും കൂടെ ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞത് OB ആൻഡ് OD ആണ്. OB ആൻഡ് OD ഈക്വൽ ആണ്. കാരണം അത് രണ്ടും ഈ സർക്കിളിലെ റേഡിയസ് ആണ്. OB ODയും സർക്കിളിലെ റേഡിയസ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ്. പിന്നെ PB ആൻഡ് DQ ദാറ്റ് ടു ആർ ഈക്വൽ. കാരണം ABയും CDയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഈ OP ആൻഡ് OQ എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലർ ആണ്. ആ ലൈനിലോട്ട് വരുന്ന പെർപെൻഡിക്കുലർ. അപ്പൊ തൊട്ട് മുൻപിലത്തെ തിയറത്തിൽ നമ്മൾ തിയറം 2 നമ്മൾ പഠിച്ചു, സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു അല്ലെ. സെന്ററിൽ നിന്ന് കോഡിലോട്ട് വരുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും. അപ്പം AB എന്ന് പറയുന്ന ലൈനിന്റെ ഹാഫ് ആയിരിക്കും PB. അതുപോലെ CD എന്ന് പറയുന്ന ലൈനിന്റെ ഹാഫ് ആയിരിക്കും DQ അല്ലെങ്കിൽ QD. ഓക്കെ, ABയും CDയും ഈക്വൽ ആണെങ്കിൽ അതിന്റെ രണ്ട് ഹാഫും ഈക്വൽ ആയിരിക്കും. ABയുടെ ഹാഫ് PBയും CDയുടെ ഹാഫ് DQവും അപ്പൊ ഈക്വൽ ആയിരിക്കും. അപ്പം PB ആൻഡ് DQ ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ഹൈപ്പോട്ന്യൂസ് OB അത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ വേറെ രണ്ട് സൈഡുകൾ DQ ആൻഡ് PB ദാറ്റ് ടു ആർ ഓൾസോ ഈക്വൽ. കാരണം അത് രണ്ടും ഈക്വൽ കോഡ്സിന്റെ ഹാഫ് ആണ്. ഓക്കെ, അപ്പം കോഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഹാഫും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് ഹൈപ്പോട്ന്യൂസും 2 സെറ്റ് ഓഫ് 1 പെയർ ഓഫ് അനദർ സൈഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ദർ. അപ്പൊ അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ ബൈ RHS ക്രൈറ്റീരിയ ദീസ് 2 ട്രയാംഗിൾസ് ആർ കോൺഗ്രുവന്റ്. ഓക്കെ, രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ ഈക്വൽ പാർട്സ് കറസ്പോണ്ടിങ് പാർട്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണ് ഈ OP ആൻഡ് OQ എന്ന് പറയുന്നത്. സോ OPയും OQവും ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AB എന്നുള്ള ലൈനിലോട്ടും CD എന്നുള്ള ലൈൻ അത് രണ്ടും കോഡ്സ് ആണ്. ആ കോഡ്സിലോട്ട് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻസ് അല്ല സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഡിസ്റ്റൻസ് സെയിം ആണെന്ന് കാണിക്കണമെങ്കിൽ സെന്ററിൽ നിന്ന് ആ ലൈനിലോട്ട് ഉള്ള ലൈൻസ് അതായത് OPയും OQവും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതാണ് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ ഏതെങ്കിലും രണ്ട് ലൈൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ രണ്ട് ലൈൻസ് സൈഡ് ആയിട്ടുള്ള രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രൂഫ് എഴുതിയിരിക്കണതാണ്. BP ABയുടെ ഹാഫാണ്, DQ CDയുടെ ഹാഫാണ്. ABയും CDയും ഈക്വൽ ആയതുകൊണ്ട് BPയും DQവും ഈക്വൽ ആയിരിക്കും. പിന്നെ OB OD റേഡിയസ് ഓഫ് സർക്കിൾ ആയതുകൊണ്ട് അതും ഈക്വൽ ആയിരിക്കും. പിന്നെ OPB ആൻഡ് OQD എന്ന് പറയുന്നത് രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ആണ്. അപ്പൊ അവിടെ 90 ഡിഗ്രി ഫോം ചെയ്തു. Therefore by RHS OP equal to OQ. RHS that two triangles are congruent. അതുകൊണ്ട് കറസ്പോണ്ടിങ് പാർട്സ് ആയ OPയും OQവും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ കോൺവേഴ്സ് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? കോഡ്സ് ഓഫ് എ സർക്കിൾ വിച്ച് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പം നമുക്ക് ഇതിന്റെ തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും? സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ രണ്ട് കോഡ് ഉണ്ടെങ്കിൽ ആ രണ്ട് കോഡിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ രണ്ട് കോഡ് ഉണ്ടെങ്കിൽ ആ കോഡിന്റെ രണ്ടും ലെങ്ത് സെയിം ആയിരിക്കും. ആദ്യം നമ്മൾ പറഞ്ഞത് ഈക്വൽ കോഡ്സ് ഉണ്ടെങ്കിൽ ആ കോഡ്സിലോട്ട് സെന്ററിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഇപ്പൊ പറയുന്നത് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് കോഡുകളുടെ ലെങ്ത് സെയിം ആയിരിക്കും. അപ്പം ഒരു തിയറം പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് പറയുന്നതാണ് അതിന്റെ കോൺവേഴ്സ്. ഓക്കെ, അപ്പൊ ആ തിയറം പ്രൂവ് ചെയ്യാനും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. ഈ OPB ആൻഡ് OQD കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഈ കേസിൽ നമ്മൾ സൈഡ് മാറ്റിയെടുക്കും. ഹൈപ്പോട്ടന്യൂസ് ഏതായാലും റേഡിയസ് ആണ്. പിന്നെ ഇവിടെ OQ ഈക്വൽ ടു OP എന്ന് എടുക്കാം, കാരണം അത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടി. കോൺഗ്രുവന്റ് ട്രയാംഗിളിലെ കറസ്പോണ്ടിങ് പാർട്സ് ആണ് നമ്മളുടെ PBയും DQവും. ഓക്കെ, PBയും DQവും സെയിം ആണെങ്കിൽ കോഡ് AB ആൻഡ് CD അതിന്റെ ഡബിൾ ഓഫ് ദാറ്റ് സൈഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കോൺവേഴ്സ് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ഇൻ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ സ്റ്റഡി ദ